ഇറക്കുമതി തീരുവയിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരിളവും ഉറപ്പ് നൽകിയിട്ടില്ലെന്നറിയിച്ച കേന്ദ്ര സർക്കാർ ഏപ്രിൽ 2-ന് ഇന്ത്യക്ക് മേൽ ട്രംപ് പകരം തീരുവ ചുമത്താൻ സാധ്യതയില്ലെന്നുമാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പൂർത്തിയാകാൻ സമയമെടുക്കുമെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി സുനിൽ ബർദ്വാൾ പറഞ്ഞു. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തെയാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കി കൊടുത്തത്. ഇന്ത്യ താരിഫ് കുറയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് 2 ദിവസത്തിന് ശേഷമാണ് ഈ വിഷയത്തിൽ പ്രതികരണം വന്നത്. യുഎസിനോട് യാതൊരു പ്രതിജ്ഞാബദ്ധതയും സർക്കാർ നൽകിയിട്ടില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചുന്നയിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ സെപ്റ്റംബർ വരെ സമയം തേടിയിട്ടുണ്ടെന്നും സർക്കാർ പാർലമെന്ററി പാനലിനോട് പറഞ്ഞു. ഇന്ത്യയും യുഎസും പരസ്പരം പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉടനടി താരിഫ് ക്രമീകരണങ്ങൾ തേടുന്നതിന് പകരം ദീർഘകാല വ്യാപാര സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യക്കെതിരായ താരിഫ് നടപടികളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ചൈന, കാനഡ, മെക്സിക്കോ എന്നിവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇന്ത്യ വാഷിംഗ്ടണുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. ഏപ്രിൽ 2 മുതൽ ഉയർന്ന താരിഫുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിച്ചും നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അസദുദ്ദീൻ ഒവൈസി, ദീപേന്ദർ ഹൂഡ, സാഗരിക ഘോഷ് തുടങ്ങിയ ചില പ്രതിപക്ഷ എംപിമാർ വാണിജ്യ സെക്രട്ടറിയോട് യുഎസിന്റെ നികുതി ഭീഷണിയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചു. ഇന്ത്യ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചതായുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ചോദ്യം. കോൺഗ്രസ് എംപി ശശി തരൂർ നയിക്കുന്ന പാർലമെന്ററി പാനൽ വാണിജ്യ സെക്രട്ടറിയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും തങ്ങളുടെ മുമ്പാകെ ഹാജരാകാനും സമീപകാല സംഭവ വികാസങ്ങൾ വിശദീകരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അമേരിക്ക തീരുവ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളായ രത്നം, സ്വർണ്ണ ആഭരണങ്ങൾ എന്നിവയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അമേരിക്കയിലേക്ക് രത്നാഭരണങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ $32.85 ബില്യൺ മൂല്യമുള്ള രത്നാഭരണങ്ങൾ കയറ്റുമതി ചെയ്തു. ഇതിൽ അമേരിക്കയിലേക്കാണ് 30% കയറ്റുമതി നടന്നത്. ഏതാണ്ട് 86,000 കോടി രൂപ മൂല്യം വരുന്നതാണ് ഈ രത്നാഭരണങ്ങൾ. 2024 കലണ്ടർ വർഷത്തിൽ അമേരിക്കയുടെ മൊത്തം $89.12 ബില്യൺ രത്നാഭരണ ഇറക്കുമതിയുടെ 12.99% ഇന്ത്യയാണ് വിതരണം ചെയ്തതെന്ന് US ഇന്റർനാഷണൽ ട്രേഡ് കമ്മീഷൻ കണക്കുകൾ പറയുന്നു. വജ്രങ്ങൾ പതിച്ച ആഭരണങ്ങളുടെ 85% US-ലേക്കാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യ അമേരിക്കയ്ക്ക് ഏർപ്പെടുത്തുന്ന തീരുവയ്ക്ക് സമാനമായി അമേരിക്ക ഇന്ത്യൻ ഇറക്കുമതിക്ക് മേലും തീരുവ ചുമത്തുകയാണെങ്കിൽ രത്നാഭരണങ്ങൾ കയറ്റുമതിക്ക് 5% മുതൽ 20% വരെ തീരുവ ചുമത്താൻ സാധ്യതയുമുണ്ട്. ഇത് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഖലയ്ക്ക് തിരിച്ചടിയാകും. 50,000 തൊഴിലാളികൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നതും 1,00,000-ലധികം പേർക്ക് പരോക്ഷമായും ഈ രംഗം തൊഴിൽ നൽകുന്നുണ്ട്. പെട്ടെന്നുള്ള താരിഫ് വർധനവ് കയറ്റുമതി സാരമായി ബാധിക്കുമെന്നും ജ്വല്ലറി ഉടമകൾ പറയുന്നു. യുഎസിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ 20% തീരുവ നൽകണം. അമേരിക്ക ആകട്ടെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിലവിൽ 5.57% തീരുവ മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഇന്ത്യ കട്ട് ആൻഡ് പോളിഷ് ചെയ്ത വജ്രങ്ങൾക്ക് 5% നികുതി ചുമത്തുന്നു. അതേസമയം യുഎസ് ഇതിന് തീരുവ ഈടാക്കുന്നില്ല. 2007-ൽ US സിസ്റ്റം ഓഫ് പ്രിഫറൻസ് ആനുകൂല്യങ്ങൾ പിൻവലിച്ചപ്പോൾ സ്വർണ്ണാഭരണ കയറ്റുമതി 1 വർഷത്തിനുള്ളിൽ 50% കുറഞ്ഞ് $2.21 ബില്യൺ നിന്ന് $1.01 ബില്യൺ കുറഞ്ഞതും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.